ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഏപ്രിൽ മാസത്തെ പാർട്ട് 2 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുവരെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈം നോക്കിയിരുന്നത്. അപ്പോൾ അതൊട്ട് തുടങ്ങാം. ഇന്ത്യസ് ഫസ്റ്റ് പെട്രോഗ്ലിഫ് ആൻഷ്യൻ റോക്ക് കാർവിങ്സ് കൺസർവേഷൻ പാർക്ക് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് റീജിയൻ? എവിടെയാണ്? ലഡാക്കാണ് വരുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യുന്നത് ലഫ്റ്റനൻറ്റ് ജനറൽ ഓഫ് ലഡാക്ക് വിനയ് കുമാർ സക്സേനയാണ്. ലൊക്കേഷൻ വരുന്നത് സിന്ധുഘട്ട് ലേ ലഡാക്കാണ്. എയിം ടു കൺസേർവ് സെഞ്ചുറീസ് ഓൾഡ് പെട്രോഗ്ലിഫ് റോക്ക് കാർവിങ്സ് ആണ് വരുന്നത്. അടുത്തത് വിച്ച് ബിക്കം ദ ഇന്ത്യസ് ഫസ്റ്റ് വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ? ഏതാണ്? കങ്കരിയ റെയിൽവേ ഡിപ്പോ ആണ് ഇന്ത്യസ് ഫസ്റ്റ് വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ ആയിട്ട് വരുന്നത്. ലൊക്കേറ്റഡ് ഇൻ അഹമ്മദാബാദ്, ഗുജറാത്ത് ആണ്. കങ്കരിയ റെയിൽവേ ഡിപ്പോ സേവ്സ് നിയർലി 1.6 lakh ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് ഡെയിലി കൺസർവ് ചെയ്യുന്നത്. പ്രധാൻ മന്ത്രി മുദ്ര യോജന വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ? പ്രധാൻ മന്ത്രി മുദ്ര യോജന ഏത് വർഷമാണ് ലോഞ്ച് ചെയ്യുന്നത്? ഓപ്ഷൻ സി 2015 ആണ്. PM മുദ്ര യോജന കംപ്ലീറ്റഡ് 11 years, 11 വർഷമായി PM മുദ്ര യോജന എന്നുള്ള അല്ലെങ്കിൽ പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്നുള്ള സ്കീം ലോഞ്ച് ചെയ്തിട്ട്. ടോട്ടൽ ലോൺസ് പ്രൊവൈഡ് 40 lakh crore ആണ്. ലോഞ്ച് 8 April 2015 ആണ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ എയിം എന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ലോൺസ് അപ് ടു 20 lakh ടു ദ നോൺ കോർപ്പറേറ്റ് ആൻഡ് നോൺ ഫാം സ്മോൾ മൈക്രോ എൻ്റർപ്രൈസസിന് ലോൺ കൊടുക്കുക, 20 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് 4 ടൈപ്പുള്ള ലോണാണുള്ളത് പ്രധാനമന്ത്രി മുദ്ര യോജനയിൽ. ശിശു, കിഷോർ, തരുൺ പ്ലസ്. ഈ ശിശു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 50,000 rupees അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള എമൗണ്ടാണ് കിട്ടുന്നത്. കിഷോർ എന്ന് പറയുമ്പോൾ 50,000 to 5 lakh. തരുൺ എന്ന് പറയുമ്പോൾ 5 lakhs to 10 lakhs, തരുൺ പ്ലസ് അപ് ടു 20 lakhs വരെയുള്ള ലോണാണ് കിട്ടുന്നത്. ഓക്കെ. വിച്ച് കൺട്രി ബിക്കം ഇന്ത്യസ് ടോപ്പ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2025-26? ഏത് കൺട്രിയാണ് ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണറായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ചൈനയാണ്. ഇന്ത്യ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണർ ഇൻ ഫിനാൻഷ്യൽ 2025-26 ഒന്ന് ചൈന. എക്സ്പോർട്ട് വരുന്നത് $19.47 billion, ഇമ്പോർട്ട് വരുന്നത് $131.63 billion ഒരു ട്രേഡ് ഡെഫിസിറ്റാണ് വരുന്നത്. USA എന്ന് പറയുന്നത് 87.3 billion എക്സ്പോർട്ട്, ഇമ്പോർട്ട് എന്ന് പറയുന്നത് 52.9 billion ആണ്. ട്രേഡ് സർപ്ലസ് ആണ് വരുന്നത്. ട്രേഡ് ഡെഫിസിറ്റും ഇവിടെ ട്രേഡ് സർപ്ലസും ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ചൈന, സെക്കൻഡ് വരുന്നത് USA ആണ്. ഹൗ മെനി ടോട്ടൽ മെഡൽ ഡിഡ് ഇന്ത്യ വിൻ അറ്റ് 2026 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്? എത്ര മെഡലാണ് ഇന്ത്യക്ക് 2026 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 17 ആണ്. നടന്നത് ബിഷ്കേക്ക്, കിർഗിസ്ഥാനിലാണ്. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നടക്കുന്നത് ബിഷ്കേക്ക്, കിർഗിസ്ഥാനിലാണ്. ഫസ്റ്റ് ഒന്ന് ഇറാനാണ്, സെക്കൻഡ് ജപ്പാൻ, തേർഡ് ചൈനയാണ്. ഇന്ത്യയിൽ അതിൽ 17 മെഡൽസ് കിട്ടി. ഇന്ത്യയുടെ റാങ്ക് 5th ആണ്. ഇന്ത്യയിൽ നിന്ന് വിന്നറായിട്ടുള്ള ഗോൾഡ് കിട്ടിയ 2 പേരെന്ന് പറയുന്നത് സുജീത് കൽക്കലും, അത് ഗോൾഡ് ഇൻ 65 kg ഫ്രീ സ്റ്റൈൽ. രണ്ടാമത്തെ ആൾ അഭിമന്യു മൺവാലാണ്, ഗോൾഡ് ഇൻ 70 kg ഫ്രീ സ്റ്റൈലാണ്. അപ്പോൾ 65 കിലോയും 70 kg കാറ്റഗറിയിലാണ് സുജീത് കൽക്കലും അഭിമന്യു മൺവാലാണ് ഇന്ത്യയിൽ നിന്ന് 2 ഗോൾഡ് അടിച്ചത്. എവിടെയായിരുന്നു? 2026 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പാണ് നടന്നത് ബിഷ്കേക്ക്, കിർഗിസ്ഥാനിൽ. അടുത്ത വരുന്നതാണ് എക്സസൈസ് അല്ലെങ്കിൽ ഡസ്റ്റ്ലിംഗ് 2026 ഹാസ് ബീൻ കണ്ടക്റ്റഡ് ബൈ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ഈ ഡസ്റ്റ്ലിംഗ് എന്നുള്ള എക്സസൈസ് ഏതൊക്കെ 2 കൺട്രി ആയിട്ടാണ്? ഇന്ത്യയും വേറെ ഏത് കൺട്രി ആയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഉസ്ബെക്കിസ്ഥാനാണ്. ഡസ്റ്റ്ലിംഗ് എന്നുള്ള എക്സസൈസ് നടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനായിട്ടാണ്. അപ്പോൾ അതൊരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ്, ട്രെയിനിങ് പരിപാടിയാണ്. അപ്പം ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ താഷ്കന്താണ്. ഡസ്റ്റ്ലിംഗ് ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് 2026 എഡിഷൻ 7th എഡിഷൻ ആണത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാൻ ആർമിയായിട്ടാണ് അത് നടന്നത്. ലൊക്കേഷൻ വരുന്നത് ഗുരുംസറേ ഫീൽഡ് ട്രെയിനിങ് ഏരിയ, നമാങ്കം, ഉസ്ബെക്കിസ്ഥാൻ. ഈ ലൊക്കേഷനിൽ വെച്ച് നടന്നത് ഗുരുംസാറേ ഫീൽഡ് ട്രെയിനിങ് ഏരിയ, നമാങ്കം, ഉസ്ബെക്കിസ്ഥാൻ. ഈ ഒരു പ്ലേസിലാണ് ഇതിൻ്റെ ട്രെയിനിങ് എക്സസൈസ് നടന്നത്. ആശാ ഭോസ്ലെ റീസെൻ്റ്ലി പാസ്ഡ് അവേ വാസ് ഫേമസ് ഫോർ വിച്ച് ഫീൽഡ്? ആശാ ഭോസ്ലെ ഈ ഇടയ്ക്ക് മരിക്കുകയുണ്ടായി. അത് ഏത് ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിംഗിങ് ആണ് ആ ഫീൽഡ്. ആശാ ഭോസ്ലെ ലെജൻഡറി പ്ലേബാക്ക് സിംഗർ ഓഫ് ഇന്ത്യ റീസെൻ്റ്ലി പാസ്ഡ് അവേ. സിസ്റ്റർ ആയിട്ട് ആശാ ഭോസ്ലെ സിസ്റ്ററാണ് ലതാ മങ്കേഷ്കർ. ആശാ ഭോസ്ലേക്ക് കിട്ടിയിട്ടുള്ള അവാർഡ്സ് ഏതൊക്കെയാണ്? പത്മവിഭൂഷൺ 2008, പത്മശ്രീ 2000, ദാദാ
സാഹിബ് ഫാൽക്കെ അവാർഡ് 2000 കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എക്സസൈസ് ഡസ്ലിംഗ് പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു എക്സസൈസ് ആണ് എക്സസൈസ് സൈക്ലോൺ 4 എന്ന് പറയുന്നത്. അത് കണ്ടക്ട് ചെയ്ത് ഇന്ത്യയും വേറെ ഏത് രാജ്യമായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഈജിപ്ത് ആണ്. ഡസ്ലിംഗ് എന്ന് പറയുന്നത് ഇന്ത്യയും ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനുമാണ്. അതേസമയം സൈക്ലോൺ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയും ഈജിപ്തുമായിട്ടാണ് നടക്കുന്നത്. സൈക്ലോൺ 2026 എ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് 4th എഡിഷൻ ആണ് നടക്കുന്നത്. ഇന്ത്യ ഈജിപ്ത്. ലൊക്കേഷൻ അൻഷാസ് എന്ന് പറയുന്നത് ഈജിപ്തിലാണ് നടക്കുന്നത്. ഓക്കെ. ഹു ബിക്കം ദ ഫസ്റ്റ് ക്വാഡ്രൂപ്പിൾ ആംബ്യൂട്ടി ടു വിൻ ആൻ ഇൻ്റർനാഷണൽ ഗോൾഡ് ഇൻ പാര ആർച്ചറി? ആരാണ് ഈ ആദ്യത്തെ ക്വാഡ്രൂപ്പിൾ ആംബ്യൂട്ടി പാര ആർച്ചറിയിൽ ഗോൾഡ് ലഭിച്ചത്? ആരായിരുന്നു ആള്? ഓപ്ഷൻ എ പായൽ നാഗാണ്. ഇന്ത്യയുടെ പായൽ നാഗാണ് ഫസ്റ്റ് ക്വാഡ്രൂപ്പിൾ ആംബ്യൂട്ടി പാര ആർച്ചറിക്ക് ഗോൾഡ് മെഡൽ ലഭിച്ച വ്യക്തി. പായൽ നാഗ്, ഇന്ത്യസ് പാര ആർച്ചർ ഫ്രം ഒഡീഷ, won gold medal at World Archery Para Series in Bangkok, beating Sheetal Devi. Who became the first fast bowler to take 200 IPL wickets? 200 IPL wickets കിട്ടിയ ഫസ്റ്റ് ഫാസ്റ്റ് ബോളർ ആരാണ്? ഓപ്ഷൻ എ ഭുവനേശ്വർ കുമാർ ആണ് ഫസ്റ്റ് ഫാസ്റ്റ് ബോളർ ടു ടേക്ക് 200 IPL wickets. Which port emerged as the top cargo handling port in India recently? ഇന്ത്യയിലെ ടോപ്പ് കാർഗോ ഹാൻഡ്ലിംഗ് പോർട്ടായിട്ട് മാറിയത് ഏതാണ്? ഓപ്ഷൻ സി ദീൻ ദയാൽ പോർട്ട് അതോറിറ്റി ആണ് ഫസ്റ്റ് ടോപ്പ് കാർഗോ ഹാൻഡ്ലിംഗ് പോർട്ടായിട്ട് മാറിയത്. ഓവർ 915 million tons കാർഗോ ഹാൻഡിൽഡ് ബൈ മേജർ പോർട്ട്സ് ഇൻ 2025-26. അതിൽ ടോപ്പ് പോർട്ട് വരുന്നത് ദീൻ ദയാൽ ആണ്. ഗുജറാത്തിലുള്ള പോർട്ടാണ് ദീൻ ദയാൽ പോർട്ട് അതോറിറ്റി. ഏകദേശം 160.11 മെട്രിക് ടൺ കാർഗോ ആണ് അവിടെ ഹാൻഡിൽ ചെയ്തത്. സെക്കൻഡ് വരുന്നത് പാരാദീപ് പോർട്ട് അതോറിറ്റിയാണ് ഒഡീഷ. 156.45 മെട്രിക് ടൺ ആണ് അത് ഹാൻഡിൽ ചെയ്തത്. വിച്ച് കൺട്രി റാങ്ക്സ് തേർഡ് ഇൻ ദ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി? ഏത് കൺട്രിയാണ് തേർഡ് വരുന്നത് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ? ഓപ്ഷൻ സി ഇന്ത്യയാണ്. അക്കോർഡിംഗ് ടു ദ ഇൻ്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി ഐറിന ഗ്ലോബൽ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ചൈന, സെക്കൻഡ് USA, തേർഡ് വരുന്നത് ഇന്ത്യയാണ്. എന്തിൻ്റെയാണ്? റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ. ഹു ബിക്കം ദ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇൻ 2026? ആരാണ് വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ധീരജ് സേത്ത് ആണ്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഉപേന്ദ്ര ദ്വിവേദിയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ വൈസ് ചീഫായിട്ട് വരുന്നത് ധീരജ് സേത്ത് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ വിച്ച് സിറ്റി? ഇന്ത്യയുടെ ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എവിടെയാണ് നിലവിൽ വരുന്നത്? ഓപ്ഷൻ എ അമരാവതിയാണ്. ലോഞ്ച് ഇൻ അമരാവതി, ആന്ധ്രാപ്രദേശ്. ഇനിഷ്യേറ്റീവ് ഈസ് എ പാർട്ട് ഓഫ് അമരാവതി ക്വാണ്ടം വാലി AQV പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി വരുന്നത്. എവിടെയാണ്? അമരാവതി. എക്സസൈസ് പ്രഗതി 2026 വിൽ ബി ഹെൽഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? എക്സസൈസ് പ്രഗതി എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ എ മേഘാലയയിലാണ്. എക്സസൈസ് പ്രഗതി 2026 ഈ പ്രഗതി എന്ന് നോക്കുന്ന എന്താണ്? പാർട്ട്ണർഷിപ്പ് ഓഫ് റീജിയണൽ ആർമീസ് ഫോർ ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യൻ ഓഷൻ റീജിയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മൾട്ടി ലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ 11 നേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ്. ലൊക്കേഷൻ ഫോറിൻ ട്രെയിനിങ് നോഡ് ഇൻ ഉമ്രോയ്, മേഘാലയയിലുള്ള ഫോറിൻ ട്രെയിനിങ് നോഡിലാണ് ഇതിൻ്റെ ഒരു ട്രെയിനിങ് എക്സസൈസ് നടക്കുന്നത്. വെൻ ഈസ് എ വേൾഡ് മലേറിയ ഡേ? വേൾഡ് മലേറിയ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 25th ഏപ്രിലാണ് വേൾഡ് മലേറിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2026 തീം എന്ന് പറയുന്നത് ഡ്രിവൺ ടു എൻഡ് മലേറിയ നൗ വി ക്യാൻ നൗ വി മസ്റ്റ്. ഡ്രിവൺ ടു എൻഡ് മലേറിയ നൗ വി ക്യാൻ നൗ വി മസ്റ്റ്. മലേറിയ എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം പാരസൈറ്റ് ആണ്. ഡ്യൂ ടു ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് വരുന്നത്. ഇന്ത്യസ് എയിം ടു എലിമിനേറ്റ് മലേറിയ ബൈ 2030. 2030 ഇന്ത്യയിൽ മലേറിയ എന്നുള്ളത് ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്യാനാണ് പ്ലാൻ. വെയർ വാസ് ദ 2026 SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഹെൽഡ്? എവിടെയാണ് ഇന്ത്യയുടെ 2026 SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തിയത്? ഓപ്ഷൻ എ ബിഷ്കേക്കിലാണ് SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടത്തിയത്. പാർട്ടിസിപ്പേറ്റഡ് ഫ്രം ഇന്ത്യ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. ഹെൽഡ് ഇൻ ബിഷ്കേക്ക് എന്ന് കിർഗിസ്ഥാനിലുള്ള ഒരു പ്ലേസ് ആണ്. SCO ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് നടന്നത്. SCO എന്ന് പറഞ്ഞാൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്
ബെയ്ജിങ് ചൈന 10 മെമ്പേഴ്സാണുള്ളത്. ഇന്ത്യ, ചൈന, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ, ഇത്രയും കൺട്രീസാണുള്ളത്. ഇതിൽ ബെലാറസ് ആണ് 10th മെമ്പറായിട്ട് ജോയിൻ ചെയ്തത്. ഫോർമേഷൻ 1996 ഫോർമേഷൻ. ഷാങ്ഹായ് 5 എന്നുള്ള രീതിയിൽ 5 കൺട്രീസാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് അതിങ്ങനെ വലുതായി ഇപ്പോൾ ഏകദേശം 10 മെമ്പർ കൺട്രി ആയിട്ടാണ് നിൽക്കുന്നത്. വേൾഡ് ലിവർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? വേൾഡ് ലിവർ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? April 19th ആണ് വേൾഡ് ലിവർ ഡേ എന്ന് പറയുന്നത്. വേൾഡ് ലിവർ ഡേ 19th April. അതിൻ്റെ 26th തീം എന്താണ്? സോളിഡ് ഹാബിറ്റ്സ് സ്ട്രോങ് ലിവർ. സോളിഡ് ഹാബിറ്റ്സ് സ്ട്രോങ് ലിവർ എന്നാണ്. ഈ ലിവറിനെ വെച്ച് നോക്കുമ്പോൾ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡിയാണ് ലിവർ എന്ന് പറയുന്നത്. കത്തി ബിഹു ഫെസ്റ്റിവൽ ഇൻ ആസാം ഈ സെലിബ്രേറ്റഡ് ബൈ ലൈറ്റിംഗ് എ ലാമ്പ് ഇൻ ഫ്രണ്ട് ഓഫ് വിച്ച് പ്ലാന്റ്? കത്തി ബിഹു എന്ന് പറയുന്നത് ആസാമിലെ ഫെസ്റ്റിവലാണ്. ഏത് പ്ലാന്റിൻ്റെ മുമ്പിൽ ഒരു ലൈറ്റ് കത്തിച്ചിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ തുളസി പ്ലാന്റ്. തുളസി ചെടിയുടെ മുമ്പിൽ വെച്ചാണ് ഈ ഒരു വിളക്ക് കത്തിച്ചിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ ആസാമിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള 3 തരത്തിലുള്ള ബിഹൂസാണുള്ളത് ആസാമിൽ. ബൊഹാങ് ബിഹു അല്ലെങ്കിൽ റംഗോളി ബിഹു, കൊങ്കലി ബിഹു അല്ലെങ്കിൽ കത്തി ബിഹു, ബൊഗാലി ബിഹു അല്ലെങ്കിൽ മാഗ് ബിഹു. ഇങ്ങനെ 3 എന്താ പറയുന്നത് ബിഹു ആണുള്ളത്. അത് ഫെസ്റ്റിവൽ അംബുബാച്ചി, കാമാഖ്യ ടെമ്പിളിലുള്ള അംബുബാച്ചി ഫെസ്റ്റിവൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിഹു, ബൈശാഖു, മാംദ മേഫി, അതുപോലെ തന്നെ അലി ഐ ലിഗാങ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ ആസാമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് ആണ്. വെൻ ഈസ് നാഷണൽ മാരിടൈം ഡേ സെലിബ്രേറ്റഡ്? നാഷണൽ മാരിടൈം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ഓപ്ഷൻ ബി April 5 ആണ്. 5th April 1919 ഇന്ത്യസ് ഫസ്റ്റ് മെർച്ചൻ്റ് വെസൽ SS ലോയൽറ്റി ജേർണിഡ് ഫ്രം മുംബൈ ടു ലണ്ടൻ. ഇപ്പോൾ ഈ ഡേയുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അന്നാണ് ഇന്ത്യയിലെ ഫസ്റ്റ് മെർച്ചൻ്റ് വെസൽ എന്ത് ചെയ്യുന്നത്? SS ലോയൽറ്റി എന്നുള്ള വെസൽ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്തത്. അപ്പോൾ ആ ഒരു ഡേയുടെ റിമംബറൻസിനാണ് 5th April നാഷണൽ മാരിടൈം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2026 തീം എന്ന് വെച്ചാൽ മാരിടൈം ഇന്ത്യ എംപവറിംഗ് പ്രോഗ്രസ്. മാരിടൈം ഇന്ത്യ എംപവറിംഗ് പ്രോഗ്രസ് എന്നാണ്. വെൻ ഡിഡ് ജാലിയൻവാല ബാഗ് മാസക്കർ ടേക്ക് പ്ലേസ്? എന്നാണ് ജാലിയൻവാല ബാഗ് മാസക്കർ നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 13th April 1919 ആണ്. 13th April 1919 എന്ത് നടന്നത്? ജാലിയൻവാല ബാഗ് മാസക്കർ നടന്നത്. അതിൻ്റെ 107th ആനിവേഴ്സറി ആണ് 2026 നമ്മൾ റിമെമ്പർ ചെയ്യുന്നത്. ജാലിയൻവാല ബാഗ് മസക്കറിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. അത് റൗലത്ത് ആക്ട് കാരണം ഉണ്ടായത്. 1919 മാർച്ച് 1919 അതൊരു ആക്റ്റാണ്. റൗലത്ത് ആക്ട് എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ ഓർ ജുഡീഷ്യൽ റിവ്യൂ. ഒരു തരത്തിലുള്ള മറ്റേ അന്വേഷണങ്ങളോ ചോദ്യമോ പറച്ചിലില്ലാതെ നേരെ ജയിലിലോട്ടാക്കുന്നൊരു ആക്റ്റാണ് റൗലത്ത് ആക്ട്. അതിൻ്റെ അറസ്റ്റ് ചെയ്ത നാഷണൽ ലീഡേഴ്സ് ആരൊക്കെയാണ്? സത്യപാൽ, അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ലു ഒക്കെ ആയിരുന്നു. പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് അവിടെ നടന്നത് ജാലിയൻ വാല ബാഗിൽ. പക്ഷേ അവിടെ കാര്യം വന്നു, ജനറൽ ഡയറും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പും വരികയും വിത്തൗട്ട് വാണിംഗ് ഓപ്പൺ ഫയർ ഓൺ ദ ക്രൗഡ്. ഒരു വാണിംഗ് ഇല്ലാതെ അവിടെ വന്ന ആൾക്കാരെല്ലാം വെടിവെച്ചിടുക ഉണ്ടായത്. അപ്പോൾ അവിടെ എന്താ മറ്റേ ബൈശാഖി ഫെസ്റ്റിവലിൻ്റെ കാര്യമായിട്ട് വന്ന കുറേ നിരപരാധിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർക്ക് നേരെയാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ആക്ട് നടന്നത്. അപ്പോൾ ആ ഒരു കൂട്ടക്കൊലയുടെ ഓർമ്മയ്ക്കായിട്ടാണ് 13th April 1919 നമ്മളെന്ത് ചെയ്യുക? ജാലിയൻവാല ബാഗ് മാസക്കറായിട്ട് റിമെമ്പർ ചെയ്യുന്നത്. വെൻ ഈസ് നാഷണൽ പഞ്ചായത്തി രാജ് ഡേ സെലിബ്രേറ്റ്? എന്നാണ് നാഷണൽ പഞ്ചായത്തി രാജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി 24th April ആണ്. 24th April ആണ് നാഷണൽ പഞ്ചായത്തി രാജ് ഡേ. 2026 തീം എന്ന് വെച്ചാൽ സശക്ത് പഞ്ചായത്ത്, സർവൻജി വികാസ്, എംപവർഡ് പഞ്ചായത്ത്, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. സശക്ത് പഞ്ചായത്ത്, സർവൻജീൻ വികാസ്. പഞ്ചായത്തി രാജ് ആക്ട് ആർട്ടിക്കിൾസ്, പഞ്ചായത്തി രാജിനെ കുറിച്ച് പറഞ്ഞാൽ ആർട്ടിക്കിൾ 243 to 243O വരെയാണ് വരുന്നത്. 73rd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992 ഇത് വരുന്നത്. പാർട്ട് 9 ടൈറ്റിൽ വരുന്നത് പഞ്ചായത്ത് എന്നാണ്. ഇനി നോക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ 3 തരത്തിലുള്ള 3 ടയർ ഓഫ് പഞ്ചായത്ത് സിസ്റ്റമാണ് ഉള്ളത്. വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയും, ബ്ലോക്ക് ലെവലിന് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്ന് പറയും, ഡിസ്ട്രിക്ട് ലെവലിന് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത് എന്ന് പറയും. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് വരുന്നത് രാജസ്ഥാനിലെ നാഗൗർ ഡിസ്ട്രിക്റ്റ് ആണ്. വെൻ ഈസ് അംബേദ്കർ ജയന്തി സെലിബ്രേറ്റഡ് എവറി ഇയർ? എന്നാണ് അംബേദ്കർ ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ April 14 ആണ് അംബേദ്കർ ജയന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ ഭീമറാവു അംബേദ്കർ 136th ആനിവേഴ്സറി ആണ് 2026 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബോൺ ഇൻ 14th April 1891 ആണ്.
ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും ആയിരുന്നു ആര്? അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. അതിൻ്റെ ഫലമായിട്ടാണ് RBIയുടെ ക്രിയേഷൻ ഉണ്ടായത്. അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയത് 1919-ലാണ്. 1990. ഹു വോൺ ദ ഫെമിന മിസ് ഇന്ത്യ വേൾഡ് 2026 ടൈറ്റിൽ? ആർക്കാണ് ഫെമിന മിസ് ഇന്ത്യ വേൾഡ് കപ്പ് ടൈറ്റിൽ, വേൾഡ് മിസ് ഇന്ത്യ വേൾഡ് ടൈറ്റിൽ കിട്ടിയത്? ഓപ്ഷൻ ബി സാധ്വി സതീഷ് സെയിലാണ്. സാധ്വി സതീഷ് സെയിൽ എന്ന് പറയുന്നത് ഗോവയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഫെമിന മിസ് ഇന്ത്യ വേൾഡ് അവാർഡാണ് കിട്ടിയത്. വാട്ട് ഈസ് എ കറണ്ട് റെപ്പോ റേറ്റ് ആസ് ഫിക്സഡ് ബൈ RBI 2026? ഏപ്രിൽ 2026 അനുസരിച്ച് RBIയുടെ റെപ്പോ റേറ്റ് ഇപ്പോൾ എത്രയാണ്? 5.25, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ നിലവിലെ RBIയുടെ റെപ്പോ റേറ്റ് 5.25. RBI മോണിറ്ററി പോളിസി കമ്മിറ്റി റെഡ്യൂസ് റെപ്പോ റേറ്റ്. നേരത്തെ റെപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. റെപ്പോ റേറ്റ് എത്രയായി? 5.25. റിവേഴ്സ് റെപ്പോ റേറ്റ് RRR 3.35 ആക്കിയും അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSF 5.5-ലോട്ടും CRR ക്യാഷ് റിസർവ് റേഷ്യോ 3%-ഉം SLR 18% ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റെപ്പോ റേറ്റ് എന്തെന്നും റിവേഴ്സ് റെപ്പോ റേറ്റ് എന്തെന്നും MSF എന്തെന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കോ. ഈ റെപ്പോ റേറ്റ് എന്ന് വെച്ചാൽ യൂസ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പമൊക്കെ കൺട്രോൾ ചെയ്യാനാണ് ഈ റെപ്പോ റേറ്റ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് വെച്ചാൽ RBI ബോറോ ഷോർട്ട് ടേം ലോൺ ഫ്രം കൊമേഴ്സ്. സാധാരണ ബാങ്കിൽ നിന്ന് RBI എന്തെടുക്കാറുണ്ട്? ലോൺ എടുക്കാറുണ്ട്. അതിനാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. MSF എന്ന് പറയുന്നത് എന്താണ്? ഈ RBI ലെൻഡ് ഷോർട്ട് ടേം ലോൺ ടു കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കുന്നതിനാണ് MSF എന്ന് പറയുന്നതും. അതുപോലെ തന്നെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയാണ് MSF എന്ന് പറയുന്നത്. RBI ബാങ്ക്, നമ്മൾ ഏതാ പറയുക, ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ്, അങ്ങനെയുള്ള ബാക്കി ബാങ്ക് ഉണ്ടല്ലോ, ഫെഡറൽ ബാങ്ക്, അങ്ങനെയുള്ള ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന പരിപാടിയാണ് MSF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം RBI ലോൺ എടുക്കുന്ന പരിപാടിയാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. Ministry of Minority Affairs signed an MOU, Memorandum of Understanding, with which IIT under the PM Vikas scheme to train minority youth. മൈനോറിറ്റി യൂത്തിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരു MOU സൈൻ ചെയ്തത് ഏത് IIT ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി IIT പാറ്റ്ന ആണ്. എയിം ടു എൻഹാൻസ് എംപ്ലോയബിലിറ്റി ആൻഡ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മൈനോറിറ്റി യൂത്ത് ത്രൂ ടെക്നോളജി ഡ്രിവൺ സ്കില്ലിംഗ്. ടു എൻഹാൻസ് എംപ്ലോയബിലിറ്റി ആൻഡ് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ജോലി സാധ്യതയും അത് പ്ലേസ്മെൻറ്റ് കൊടുക്കുക. ആർക്കാണ്? ഫോർ മൈനോറിറ്റി യൂത്ത് ത്രൂ ടെക്നോളജി ഡ്രിവൺ സ്കില്ലിംഗ്. മൈനോറിറ്റി ആയിട്ടുള്ള യൂത്തിന് വേണ്ടി അതൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്കില്ലിങ്ങും കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ പറഞ്ഞ IIT ആയിട്ടുള്ള ആ ഒരു മെമ്മറാൻഡം, ആ ഒരു PM വികാസ് എന്ന സ്കീമിൻ്റെ ഉദ്ദേശം. അണ്ടർ ദിസ് 600 മൈനോറിറ്റി യൂത്ത് ഫ്രം ബീഹാർ വിൽ ബി ട്രെയിൻഡ് ബൈ IIT പാറ്റ്ന. ഇതിൻ്റെ ഫലമായിട്ട് ബീഹാറിൽ നിന്നുള്ള 600ഓളം മൈനോറിറ്റി യൂത്തിനെ IIT പാറ്റ്ന എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യും. 9th Indian Ocean Conference 2026 was held in which country? 9th Indian Ocean Conference എന്നാണ് എവിടെ വെച്ചാണ് നടത്തിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി മൗറീഷ്യസ് ആണ്. ഓപ്ഷൻ ബി മൗറീഷ്യസ്. വെന്യൂ എന്ന് പറയുന്നത് പോർട്ട് ലൂയിസ്, മൗറീഷ്യസ് ആണ്. തീം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് സ്റ്റുവാർഡ്ഷിപ്പ് ഫോർ ഇന്ത്യൻ ഓഷൻ ഗവർണൻസ് എന്നാണ്. പാർട്ടിസിപ്പേറ്റഡ് ഫ്രം ഇന്ത്യ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ എസ് ജയശങ്കറാണ്. അപ്പോൾ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിന് പങ്കെടുത്ത ഡോക്ടർ എസ് ജയശങ്കറാണ് നടന്നത് മൗറീഷ്യസിൽ വെച്ചാണ്. തീം കളക്റ്റീവ് സ്റ്റുവാർഡ്ഷിപ്പ് ഫോർ ഇന്ത്യൻ ഓഷൻ ഗവർണൻസ് ആണ്. വൺ ഹെൽത്ത് സമ്മിറ്റ് 2026 വാസ് ഹെൽഡ് ഇൻ വിച്ച് സിറ്റി? വൺ ഹെൽത്ത് സമ്മിറ്റ് എവിടെ വെച്ചാണ് നടന്നത്? ഓപ്ഷൻ സി ലയോൺ ആണ്. വെന്യൂ പറയുന്നത് ലയോൺ, ഫ്രാൻസിലെ ലയോണിലാണ് എന്ത് നടന്നത്? വൺ ഹെൽത്ത് സമ്മിറ്റ് നടന്നത്. ഹു ബിക്കം ഇന്ത്യസ് 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ? ആരാണ് ഇന്ത്യയുടെ 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത്? ഓപ്ഷൻ ബി അരോണ്യക് ഘോഷാണ്. അരോണ്യക് ഘോഷാണ് എന്തായത്? 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയത്. അരോണ്യക് ഘോഷ് ഫ്രം കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. എവിടെ നിന്നാണ് ആൾ? കൊൽക്കത്തയിലെ വെസ്റ്റ് ബംഗാളിലുള്ള വ്യക്തിയാണ് ആര്? അരോണ്യക് ഘോഷ്, ഇന്ത്യയുടെ 95th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയത്. ഹെർബാലൈഫ് signed an agreement with an IIT to establish India's first COE on plant cell fermentation technology. ഹെർബാലൈഫ് ഒരു IIT ആയിട്ട് ഫസ്റ്റ് COE on plant cell fermentation technology ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അത് ഏത് IIT ആണ്? ഓപ്ഷൻ എ IIT മദ്രാസ് ആണ്. IIT മദ്രാസ് ആയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. IIT മദ്രാസ് റിസർച്ച് പാർക്കിലാണ് തുടങ്ങിയത്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ഡിക്ലെയർഡ് നക്സൽ ഫ്രീ സ്റ്റേറ്റ് ആഫ്റ്റർ സറണ്ടർ ഓഫ് 42 cadres of the Communist Party of India Maoist 2026?
ഏതാണ് നക്സൽ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് 42 കേഡേഴ്സ് എന്ത് ചെയ്തു സറണ്ടർ ആവുന്നതിന് ഫലമായിട്ട് ആ ഒരു സ്റ്റേറ്റ് ഒരു നക്സൽ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് പറയണ്ടായി. ഓപ്ഷൻ സി തെലങ്കാനയാണ് ആ നക്സൽ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് 2026 വന്നത്. വിച്ച് സ്റ്റേറ്റ് പോലീസ് become the first in India to launch Narith AI, narcotic analysis and RAG based investigation tool? ഏത് സ്റ്റേറ്റ് പോലീസാണ് ഇന്ത്യയുടെ ആദ്യത്തെ നരിത് എ ഐ എന്നുള്ള ഒരു AI ലോഞ്ച് ചെയ്തത്? നാർക്കോട്ടിക് അനാലിസിസ് ആൻഡ് റാഗ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ടൂളാണ്. ആരാണ്? ഗുജറാത്ത് പോലീസാണ് ഇത് കൊണ്ടുവരുന്നത്. വിച്ച് സ്റ്റേറ്റ് ലോഞ്ച് ദ CM ഇൻസ്പയർ സ്കീം ഫോർ UPSC ആസ്പിറൻസ്? UPSC ആസ്പിറൻസിന് വേണ്ടി ഒരു CM ഇൻസ്പയർ എന്നുള്ള ഒരു സ്കീം കൊണ്ടുവന്ന ഏത് സ്റ്റേറ്റ് ആണ്? ഓപ്ഷൻ എ മേഘാലയ ആണ്. എയിം ടു സപ്പോർട്ട് UPSC സ്റ്റുഡൻസ് ക്ലിയർ പ്രിലിംസ് 50,000, ക്ലിയർ മീൻസ് 1 lakh. അപ്പോൾ സപ്പോർട്ട് ഇങ്ങനെയാണ്: പ്രിലിംസ് ക്ലിയർ ചെയ്താൽ 80,000, മെയിൻസ് ക്ലിയർ ചെയ്തവർക്ക് 1,00,000 രൂപയും കൊടുക്കുന്നതാണ്. UPSC ആസ്പിറൻസിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടാണ് CM ഇൻസ്പയർ എന്നുള്ള ഒരു സ്കീം എന്ന് പറയുന്നത്. വിച്ച് കൺട്രി ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ അപ്പർ 6 GHz നെറ്റ്വർക്ക്? ഏത് കൺട്രിയാണ് വേൾഡ്സ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ അപ്പർ 6 GHz ഒരു നെറ്റ്വർക്ക് കൊണ്ടുവന്നത് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. U6 GHz സപ്പോർട്ട്സ് അൾട്രാ ഫാസ്റ്റ് ഇൻ്റർനെറ്റ്, 5G അഡ്വാൻസ് ടെക്നോളജി, ഫ്യൂച്ചർ 6G ടെക്നോളജി, AI ഡ്രിവൺ ആപ്ലിക്കേഷൻ എക്സെട്ര. എക്സാക്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ അപ് ടു 10 GB/s ആണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. പാരാ എലൻ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ബൈ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി റീസെൻ്റ്ലി? ഈ പാരാ എലൻ എന്നുള്ള ഇനിഷ്യേറ്റീവ് ആരൊക്കെയാണ് കൊണ്ടുവന്നത്? ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ് പാരാ എലൻ എന്നുള്ള ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത്. പാരാ എലൻ ഇനിഷ്യേറ്റീവ് എ 3-year ഇന്ത്യ ഫ്രാൻസ് കൊളാബറേഷൻ INFR ടു പ്രൊമോട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് പാരാ സ്പോർട്സ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതിൽ തന്നെ സ്പോർട്സിനെയും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് പാരാ എലൻ എന്ന് പറയുന്നത്. ഇന്ത്യ ആൻഡ് ഫ്രാൻസിൻ്റെ ഒരു കൊളാബറേഷനാണ്. ഇന്ത്യ ഫ്രാൻസ് ആണ് പാരാ എലൻ. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ് അണ്ടർ ദ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവ്? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിൽ ഏത് സ്റ്റേറ്റിനാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് സ്റ്റാർട്ടപ്സ് ഉള്ളത്? ഓപ്ഷൻ ബി മഹാരാഷ്ട്രയിലാണ്. ഹയസ്റ്റ് നമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ഏകദേശം 38,660 പ്ലസ് സ്റ്റാർട്ടപ്പാണുള്ളത്. മഹാരാഷ്ട്ര, സെക്കൻഡ് കർണാടക, തേർഡ് UP ആണ് വരുന്നത്. Who become the first woman to win the FIDE Women Candidates Tournament? FIDE Women Candidate Tournament വിൻ ചെയ്ത വുമൺ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആർ വൈശാലിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് വുമൺ ടു വിൻ ദ FIDE വുമൺസ് കാൻഡിഡേറ്റ് ടൂർണമെൻറ്റ്. വൈശാലി രമേഷ് ബാബു ഇന്ത്യൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. ഷോങ്തോങ് കർച്ചാം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഈസ് ലൊക്കേറ്റഡ് ഓൺ വിച്ച് റിവർ? ഷോങ്തോങ് കർച്ചാം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഏത് റിവറിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി സത്ലജ് ആണ്. കിന്നൂർ ഡിസ്ട്രിക്റ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് ആണ്. റിവർ സത്ലജ് ആണ്. കപ്പാസിറ്റി വരുന്നത് 450 MW ആണ്. അക്കോർഡിംഗ് ടു IMF വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് April 2026, വാട്ട് ഈസ് ഇന്ത്യസ് റാങ്ക് ഇൻ ഗ്ലോബൽ എക്കണോമി? IMF വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് April 2026 വെച്ചിട്ട് ഇന്ത്യയുടെ റാങ്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗ്ലോബൽ എക്കണോമിയിൽ? ഓപ്ഷൻ ബി 6th. ഗ്ലോബൽ സാമ്പത്തികമായിട്ട് നോക്കുന്നതിൽ 6ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യസ് നോമിനൽ GDP എസ്റ്റിമേറ്റ് ഈസ് 4.19 ട്രില്യൺ. ഇന്ത്യയുടെ നോമിനൽ GDP എസ്റ്റിമേറ്റ് എത്രയാണ്? 4.19 ട്രില്യൺ ആണ്. അപ്പോൾ IMFൻ്റെ കണക്കനുസരിച്ച് ഫസ്റ്റ് USA, സെക്കൻഡ് ചൈന, തേർഡ് ജർമ്മനി, ഫോർത്ത് ജപ്പാൻ, ഫിഫ്ത്ത് UK, 6th ഇന്ത്യയാണ് വരുന്നത്. വിച്ച് കൺട്രി എലക്റ്റഡ് നിസാർ അമേദി ആസ് ദ പ്രസിഡന്റ് ഇൻ 2026? ഏത് കൺട്രിയാണ് നിസാർ അമേദിയെ അവിടുത്തെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തത്? ഓപ്ഷൻ എ ഇറാഖ് ആണ്. നിസാർ അമേദി ഇറാഖിൻ്റെ ക്യാപിറ്റൽ ബാഗ്ദാദ് ആണ്. വിച്ച് കമ്പനി ഹാൻഡഡ് ഓവർ ALH Mk3 ഹെലികോപ്റ്റേഴ്സ്? ALH Mk3 ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഏത് കമ്പനിയാണ് ഹാൻഡ് ഓവർ ചെയ്തത്? ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് ALH M3 എന്നുള്ള ഈ ഹെലികോപ്റ്റർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഹാൻഡ് ഓവർ ചെയ്തത്. ബിറാക് ബയോനെസ്റ്റ് ഇൻക്യുബേഷൻ സെൻറ്റർ വാസ് ലോഞ്ച്ഡ് അറ്റ് വിച്ച് സിറ്റി? ബിറാക് ബയോനെസ്റ്റ് എന്നുള്ള ഇൻക്യുബേഷൻ സെൻറ്റർ ഏത് സിറ്റിയിലാണ് ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ ബി മൈസൂരിലാണ് ബിറാക് ബയോനെസ്റ്റ് എന്നുള്ള ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. ഇനാഗുറേറ്റഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ്. ലൊക്കേഷൻ അറ്റ് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്
CFTRI ഇൻ മൈസൂർ, കർണാടകയിലെ മൈസൂറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. എയിം ടു സപ്പോർട്ട് ബയോടെക്നോളജി ആൻഡ് ഫുഡ് ടെക് സപ്പോർട്ട് സ്റ്റാർട്ടപ്സ് ആണ് വരുന്നത്. എയിം ടു സപ്പോർട്ട് ബയോടെക്നോളജി ആൻഡ് ഫുഡ് ടെക് സ്റ്റാർട്ടപ്സ്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഇത്രയും മതി. ഇനി ഒരു തേർഡ് പാർട്ടും കൂടെ ഉണ്ടാവും. അതോടെ നമുക്ക് ഏപ്രിൽ 2026 കറണ്ട് അഫയേഴ്സ് തീർക്കാം. താങ്ക് യു.